കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊക്ക് പോരാന്നൊക്കെ. അപ്പോഴാണ് ഇപ്രാവശ്യം കുറച്ചുകൂടെ മീറ്റർ അങ്ങ് കൂട്ടാന്ന് വിചാരിച്ചത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പടം കണ്ടത്. ബാ പോവാം. അതിന്റെയൊക്കെ ഇടയ്ക്ക് പടം തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ പറയാനൊക്കെ തുടങ്ങി. ആ രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട. ഇങ്ങനെ രാവിലെ വന്നിട്ടാണെങ്കിൽ 10 രൂപയ്ക്ക് എന്നും ചോദിക്കും. എന്നിട്ട് രാത്രി വന്നിട്ടാണെങ്കിൽ വിമൽ ബോലോ സബോ കേസരി എന്നും പറയും. ഇവൻ ആരടാ വെറുതെ ഒരു രസം. അങ്ങനെ എന്തായാലും ഈ പടം തുടങ്ങുന്നത് നമ്മുടെ ആമസോൺ അലക്സയുടെ കൊച്ചിനെ പോലത്തെ ഈ ഹീറോയിന്റെ എൻട്രി തൊട്ടിട്ടാണ്. ഈ പുള്ളിക്കാരിയാണെങ്കിൽ റഷ്യയിൽ എന്തോ ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ ഏജന്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഈ ഏജന്റ് സ്ലോ മോഷനിൽ നടന്നു പോകുന്നത് ഒരു മെഗാ ഇൻട്രോ ഫൈറ്റിന് വേണ്ടിയിട്ടാണ്. കിടന്ന് നിറങ്ങിയിട്ടൊക്കെ ആൾക്കാർ അടിക്കുന്നു. എന്തായാലും തോക്ക് വെച്ച് ഇവിടെ കൊല്ലാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി വില്ലന്മാരൊക്കെ കൂടെ വാളെടുക്കും. ആഹാ അടിപൊളി ബുദ്ധി തന്നെ. പോസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് തന്നെ. എന്തായാലും ഈ മിഷനൊക്കെ തീർത്തിട്ട് രോഹിണി നേരെ റഷ്യയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകും. അവിടെ വെച്ചിട്ടാണെങ്കിൽ ഈ മനുഷ്യൻ ബുക്കിന്റെ ഇടയിൽ ടാബ്ലറ്റ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒക്കെ തടയുന്ന ഒരു മിഷൻ വേണ്ടിയിട്ട് രോഹിണി നേരെ ഇന്ത്യയിലേക്ക് പോകണം എന്ന് പറയും. No, I'm not going to India. Not to India. Please. No. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ വെച്ചിട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ആരായാലും ഇങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ രോഹിണിയുടെ പ്രശ്നം അതൊന്നുമല്ല. പുള്ളിക്കാരിയുടെ പ്രശ്നം ഇന്ത്യ ആയിട്ട് ഇതിനു മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഫ്ലാഷ് ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ രോഹിണിയുടെ ചെറുപ്പത്തിൽ തന്നെ രോഹിണിയുടെ പേരൻസിനെ ഏതോ ക്രിമിനൽ വെടിവെച്ച് കൊല്ലും. എന്നിട്ട് ഇതിന്റെ ദേശത്തിനും സങ്കടത്തിലൊക്കെ രോഹിണി ട്രെയിനിങ് മാർഷൽ ആർട്സ് ഒക്കെ ചെയ്ത് ഇപ്പൊ കാണുന്ന ആളാവും. ഈ സ്റ്റോറി എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ. അങ്ങനെ എന്തായാലും പ്രസന്റ് സീനിലേക്ക് വരുമ്പോൾ ഇയാൾ നിർബന്ധിച്ച് മിഷന് വേണ്ടി രോഹിണി പോകും. കൂളിംഗ് ഗ്ലാസ് എടുക്കാനാണ് അവിടെ നീ ഇത്രയും വലിയ ബിൽഡപ്പ് കാണിച്ചത്. ഞാൻ വിചാരിച്ചതോ വലിയ ഗുണ്ടകളൊക്കെയാണ്. ഓഹ് ഇത് വല്ലാതെ ഗുണ്ടയായിപ്പോയി. ഭാഗ്യം പിടിച്ചു മാറ്റാനാളൊന്ന് എനിക്ക് കുറച്ച് മാസമാവാം. സത്യത്തിൽ ഈ കൂളിംഗ് ഗ്ലാസും ബാഗും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരി കാണുന്ന മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. അതിൽ നിന്നൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ട് ഒരുത്തന്നെ ഒരു അടിയൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് ഈ കൂളിംഗ് ഗ്ലാസും ബാഗും രോഹിണി ഇവന്മാർക്ക് തന്നെ അങ്ങ് കൊടുക്കും. ആഹാ കൊല മാസ്. അങ്ങനെ എന്തായാലും ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന ഇന്ത്യയിലെ മെയിൻ വില്ലന്റെ ഫ്ലാഷ് ബാക്ക് ആണ്. ഈ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ മെയിൻ വില്ലൻ പണ്ടത്തെ ഒരു ഗുണ്ടയുടെ മുടിയൊക്കെ കട്ട് ചെയ്ത് നല്ല ഹെയർ കട്ടൊക്കെ അടിച്ചു കൊടുത്ത് ഡോൺ ആകുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോഴാണ് കാണാൻ ഒരു മെനയൊക്കെ ആയത്. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്കിന് ശേഷം നായികയുടെ കെയറിങ്ങും കൈൻഡും ആയിട്ടുള്ള കുറച്ച് സൈഡൊക്കെ കാണിക്കും. ജസ്റ്റ് ചെറിയ പിള്ളേരെ കൊണ്ട് വീടിന്റെ 2ാം നിലയിൽ പോയിട്ട് കണ്ണുകൂത്തി ഓടി കളിപ്പിക്കുക. അങ്ങനെയുള്ള ചെറിയ ഭ്രാന്തൊക്കെ. അങ്ങനെ ഈ അവിഞ്ഞ സീൻസിനൊക്കെ ശേഷം രോഹിണിക്ക് മെയിൻ വില്ലന്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ഈ രോഹിണിയും റഷ്യയിലെ ഏജൻസിക്ക് കൂടെ ബെസ്റ്റ് പ്ലാൻ ഇൻ ദ വേൾഡ് ഒക്കെ ക്രാക്ക് ചെയ്തിട്ട് വില്ലനെ അടിക്കാൻ വേണ്ടി പോകും. ആ പ്ലാനാണ് 1500 ഗുണ്ടകളുടെ ഇടയിൽ നിന്ന് മെയിൻ വില്ലനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്മാർ 5 പേര് ഒരു ട്രക്ക് കയറിയിട്ട് മെയിൻ എൻട്രൻസ് വഴി അങ്ങ് പോകും. ഇതിനും ഭേദം നടന്നു പോയാൽ മതിയായിരുന്നല്ലോ. അതാകുമ്പോൾ പെട്രോളിന്റെ പൈസ കൂടെ ലാഭിക്കായിരുന്നു. അങ്ങനെ എന്തായാലും ഊള പ്ലാൻ പാളുകയും ചെയ്യും. വില്ലൻ ഇവന്മാരെയൊക്കെ കൂടെ എയറിലാക്കുകയും ചെയ്യും. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ രോഹിണി വന്നിട്ട് 100 ആൾക്കാർ വെടിവെക്കുന്നതിന്റെ ഇടയിൽ കൂടെ നേരെ ഓടുകയൊക്കെ ചെയ്യും. പക്ഷെ ഒറ്റ വെടി പോലും കൊള്ളൂല. എന്താ ബ്രോ വെടി കൊള്ളാതിരിക്കാനുള്ള പ്രാക്ടീസിനും എല്ലാം പോകുന്നുണ്ടോ? അതിന്റെ ഇടയ്ക്ക് കുറേ എണ്ണം എങ്ങനെയൊക്കെ ഇവളെ വെടിവെച്ച് കൊല്ലാൻ നോക്കുമ്പോൾ സൈഡിൽ നിന്ന് ഏതോരുത്തം വന്നിട്ട് പട്ടിശ കാണിക്കാൻ തുടങ്ങും. बाकी सब तो तुम्हें मिल गई थी ना, ये धंधे वाली मेरी है. ചുമ്മാ സൈഡിലോട്ട് വല്ല ഇരിക്കുന്നതിന് ഒരു കണ്ണും പോയി. അതങ്ങനെ കുറെ പൊട്ടന്മാര്. അങ്ങനെ എന്തായാലും ഈ ഗുണ്ടകളൊക്കെ കൂടെ വെടിവെച്ചിട്ടും കത്തിയോണ്ട് കുറെ പ്രാവശ്യം കുത്തിയിട്ടും ഒക്കെ രോഹിണിനെ അങ്ങ് കൊല്ലും. അങ്ങനെ ഈ മരിച്ച രോഹിണിനെ റഷ്യയിലെ ഏജൻസിയിലെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഡോക്ടറെ കാണിക്കും. എന്താ പനിയാ? എന്തായാലും ഈ റെയർ മെഡിക്കൽ കണ്ടീഷന്റെ കൂടെ വേറെ കുറച്ച് സൈഡ് എഫക്ട്സും വന്നിട്ടുണ്ട്. കാറിൽ വെറുതെ കിടന്ന് ഇങ്ങനെ കാറിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഈ കാറിന്റെ ഇടയിൽ കുറച്ച് ട്രെയിനിങ് കൂടെ ചെയ്തിട്ട് ഇവര് നേരെ മെയിൻ വില്ലനെ കൊല്ലാനായിട്ട് പിന്നെയും പോകും. മെയിൻ വില്ലനാണെങ്കിൽ ഇപ്പം മനുഷ്യക്കടത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് തടയലാണ് രോഹിണിയുടെ ഒരു മെയിൻ മിഷൻ. പാട്ടൊക്കെ പാടിയിട്ട് പോകാൻ ഇതെന്താ LP സ്കൂളിലെ ടൂറാ. നല്ല ഫാമിലി ഫ്രണ്ട്ലി മനുഷ്യക്കടത്ത്. എന്തായാലും അവസാനം ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്തിട്ട് രോഹിണിയും മെയിൻ വില്ലൻ തമ്മിൽ കണ്ടുകിട്ടും. എന്നിട്ട് ഫൈറ്റും തുടങ്ങും. ആഹാ ഇത് പടത്തിലെ BGM-നേക്കാൾ കൊള്ളാലോ. അയ്യോ ഈ കാറിലാണെങ്കിൽ ഇനിയും നിന്നില്ലാടാ. ഇത് കൂടി വരുവാണല്ലോടെ. ഇത് കുരക്കാനൊക്കെ തുടങ്ങി. ഇനി റിംഗ് മാസ്റ്റർ 2 അഭിനയിക്കാം. ഞാനൊന്ന് വെറുതെ പറഞ്ഞതാണ്. ഇത് ഇവൻ അപ്പോഴേക്ക് ലീശൊക്കെ ഇട്ടാ. ഇതിനും ഭേദം ആദ്യം തന്നെ വെടികൊണ്ടൊക്കെ മരിക്കുന്നതായിരുന്നു. അങ്ങനെ എന്തായാലും അവസാനം എങ്ങനെയൊക്കെയോ നായിക കുറച്ച് പോയിട്ട് മെയിൻ വില്ലനെ അങ്ങ് കൊല്ലും. എന്നിട്ട് അവസാനം ഒരു ഡാൻസും കളിച്ചിട്ട് പടം അങ്ങ് തീർക്കും. ഡാൻസ് പിന്നെ ഈ ബോളിവുഡിലെ ഉള്ളവന്മാർക്ക് മസ്റ്റാണല്ലോ. എന്തായാലും ഇത്ര വരെ കണ്ടതല്ലേ. ഇനി നീയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി പ്ലീസ്.